ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനാടാട്ട്. ഞാൻ വീട്ടിൽ നിന്നും ഒരു ഷൂട്ടിന് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും വീടൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇതാണ് മൈ ഹൗസ്. ഒരു ചെറിയ വീടാണ്. പിന്നെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ കുറച്ച് കണ്ട, ഇവിടെ എന്തോ ഒരു കായിക ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് നമുക്കറിയാലോ അല്ലേ? മൈ ഹൗസാണ്. ഇതാണ് എൻ്റെ പേര്. പിന്നൊരു പ്രോഗ്രാമായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ വീടൊന്ന് കാണിച്ചിട്ട്. ഒരു ഗ്രീൻ ഹൗസ് എന്ന് പേരിട്ടിട്ടുണ്ട്. കാണാണ്ടല്ലോ അല്ലേ? ഒരുവിധം പച്ച ഹൗസ് തന്നെയാണ്. ഇതൊരൊറ്റ ഷോട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പലരും പറയണത് തൻ്റെ വീഡിയോ വളരെ ചെറുതാണ്, താൻ വളരെ സമയം കുറച്ചാണ് ചെയ്യുന്നത്, പറയുന്ന വാക്കുകൾ അത്രയ്ക്ക് ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ എന്തോ മറ്റുള്ള വ്ളോഗർമാരെ പോലെയല്ല, മറ്റുള്ളവർ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് പറ്റണതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്കൊരു പരിധി ഉണ്ടല്ലോ. പക്ഷെ ഞാനത് എന്തായാലും കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും പെട്ടെന്നൊന്നും വലിയൊരു വ്ളോഗറാവാനോ, വ്ളോഗറെന്ന് മാത്രമല്ല ഒറ്റ ദിവസം കൊണ്ട് ഒന്നും നടക്കില്ല. നിരന്തരമായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുള്ളൂ. പല മഹാരഥന്മാരും വീണിടത്ത് നിന്നും എണീറ്റ് വീണ്ടും എണീറ്റ് വീണ്ടും വീണു വീണ്ടും എണീറ്റിട്ടൊക്കെയാണ് നമ്മൾ അവരിന്നീ കാണുന്ന പല പ്രശസ്തിയിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഒരു ലൈക്ക്, നിങ്ങളുടെ സബ്സ്ക്രൈബ്, ഇതെല്ലാം വളരെ വിലയേറിയതാണ്. ഇപ്പം പലരും പറയും സോളമാത അങ്ങനെയല്ല കേട്ടാ, ഇങ്ങനെ ചെയ്തോളൂ, നമുക്ക് വലിയ ക്യാമറ മേടിക്കാം, 2 ലക്ഷത്തിൻ്റെ ക്യാമറ മേടിക്കാം, ഇരിക്കുന്ന സ്ഥലം വിൽക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു തമാശക്ക് പറഞ്ഞാണ്. അപ്പോൾ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു, ഒരു സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് കാലത്ത് തന്നെ വരാൻ കാരണം ഞാനും അത്യാവശ്യം ഒരു നല്ലൊരു അധ്വാനിയാണ്.
ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു വഴി അവിടെ നിന്ന് അങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു പിന്നിലൊരു സൈഡിലൊരു ചെറിയൊരു 4 സെൻറ്റ് 5 സെൻറ്റിലാണ് താമസം. ഉള്ളിടത്ത് നമ്മൾ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇവിടെ പൂന്തോട്ടമാണ്. ഇതൊരു സ്കൂട്ടി പെപ്റ്റ് ഉണ്ട്, അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരു നല്ല മോഡലാണ്. ഒരു 10 രൂപ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഞാനൊരു എക്സർസൈസ് ചെയ്യുന്നൊരു മെഷീനാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ഇപ്പം അത് കാണിക്കാൻ പറ്റിയില്ലേ, കാരണം ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു അരമണിക്കൂർ നേരം ഇവിടെ കിളികളുണ്ട്. ഗപ്പികൾ സെറ്റ് ചെയ്യാനുള്ള ഒരു വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ഗോഡ്സൻ്റെയും ആള് റെസ്റ്റ് ചെയ്യണ സ്ഥലമാണ്. നമ്മൾ വണ്ടികളും അതുപോലെ തന്നെ പരിപാലിക്കണല്ലോ. നമ്മുടെ പോലെ തന്നെ ക്ലിയർ ആവണം, എന്നാലാണ് അവർക്കും നമ്മളോടൊരു